ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊട്ടിയൂർ പോവാന്നേ. ചൊവ്വാഴ്ച അന്ന് പോവാൻ തീരുമാനിച്ചിട്ടുണ്ടായത്. അങ്ങനെ ചൊവ്വാഴ്ച രാവിലെ 3:30 ആകുമ്പോൾ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു. അപ്പോൾ ശ്രീകണ്ഠത്ത് നിന്ന് എൻ്റെ ഇളയ മാമനും അമ്മായിയും മോനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ശ്രീകണ്ഠത്തേക്ക് ഒരു 6 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ശനി ഞായർ പോകാനാണ് തീരുമാനിച്ചിട്ടുണ്ടായത്. പക്ഷേ ശനി ഞായർ ഒടുക്കത്തെ തിരക്കായിരിക്കും എന്നറിയാം. അങ്ങനെ നമ്മൾ പിന്നെ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അങ്ങനെ ശ്രീകണ്ഠത്തെ അവരെയും കൂട്ടി നമ്മൾ നേരെ കൊട്ടിയൂരേക്ക് തിരിച്ചു. അങ്ങനെ ഇരുട്ടിയും കഴിഞ്ഞ് പിന്നെ നമുക്ക് നല്ല വിശപ്പ് വന്നു കേട്ടോ. അങ്ങനെ രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ചായ കുടിക്കാൻ കയറി. പൂരി അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയൊക്കെയാണ് ഉണ്ടായത്. ഭാഗ്യത്തിന് നല്ല കനത്ത പെയ്യുന്ന മഴയൊന്നും ഉണ്ടായിട്ടില്ല. മഴ കുറവ് തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ കൊട്ടിയൂർ എത്താനായി. ദൂരത്ത് നിന്ന് ഈ മലയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു എന്ത് രസമല്ലേന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്താനായി. അങ്ങനെ നമ്മൾ ഒടുവിൽ കൊട്ടിയൂർ എത്തി. ഫസ്റ്റ് നമ്മൾ അക്കരെ ക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ ഏട്ടാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് നടക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ നടക്കുമ്പോഴൊക്കെ മൊത്തം ആൾക്കാരാണ് ഉണ്ടായിരുന്നത്, തിക്കും തിരക്കുമായിട്ട്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ സാധിക്കും, നമ്മൾ ഈ നടക്കുന്ന ആടെയൊന്നും അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്പലത്തിൽ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ നടന്നു. എന്നിട്ട് നമ്മൾ ക്ലോക്ക് റൂമിൽ നമ്മൾ ചെരുപ്പൊക്കെ ഊരിക്കൊടുത്തു. ഇപ്രാവശ്യം കൊട്ടിയൂർ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഏട്ടനും വന്നത് ഇങ്ങനെ ഓർക്കുന്നുണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഏട്ടനും മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ടായിനി. അത്രയ്ക്ക് തിരക്കുണ്ടായിനി. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ കൊല്ലത്തിനെ അപേക്ഷിച്ച് കുറവായിരുന്നു ആൾക്കാർ. പക്ഷേ കർണാടകക്കാരാണ് മലയാളികളെക്കാട്ടി കൂടുതൽ ഉണ്ടായതെന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും കർണാടകക്കാരാണ് ഉണ്ടായത് കേട്ടോ. ഏത് നിമിഷവും മഴ പെയ്യാന്ന് വെച്ചുകൊണ്ട് അമ്മയും അമ്മായും ബാഗിൽ കുടയും കോട്ടൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായി. അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് നല്ല തിരക്കുണ്ടായത് കേട്ടോ. 3 പ്രാവശ്യം അമ്പലം ചുറ്റി നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഞാനും ഏട്ടനും സൈഡിൽ കയറി നിന്നു. ബാക്കിലേക്ക് നോക്കുമ്പോൾ അച്ഛനും അമ്മേനെ അവരൊന്നും കാണുന്നില്ല. അപ്പാടെ ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വേറൊരു സൈഡിൽ കയറി നിന്നിട്ടാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ അവരെ വിളിച്ചിട്ട് നമ്മളെ സ്പോട്ട് എവിടെയാണുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് അവരങ്ങോട്ടേക്ക് വന്നു കേട്ടോ. പിന്നീട് നമ്മൾ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറേ സമയം അവിടെ നിന്ന് ഒരു മഴക്കാലം എടുക്കുമ്പോൾ നമ്മൾ നേരെ തിരിച്ചു മടങ്ങി. അങ്ങനെ ക്ലോക്ക് റൂമിൽ നമ്മൾ ചെരുപ്പൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് കല്ലൊക്കെ ഇങ്ങനെ അടുക്കിടയ്ക്ക് വെക്കുന്നുണ്ട്. അത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് വിശ്വാസം. പിന്നീട് ഇക്കരെ കൊട്ടിയൂരും പോയി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നീട് നമ്മൾ നേരെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ ഒരു 1.5 ക്യൂ ആണ് ഉണ്ടായത് കേട്ടോ. ഇത്ര ഞാൻ അങ്ങനെ ഒരു അമ്പലത്തിൽ ഇത്ര ക്യൂവിൽ നിന്നിട്ടുണ്ടായില്ല. ഒരു 12 മണിയാകുമ്പോൾ എത്തിയ നമ്മൾ 1:30 ആകുമ്പോഴാണ് ആ ക്യൂ നിന്ന് ഒരു മോചനമായത്. അങ്ങനെ 1 മണിക്കൂറോളം നമ്മൾ ആ ക്യൂവിൽ നിന്നിട്ടുണ്ടായിനി. അവിടെയും പ്രാർത്ഥിച്ച് നമ്മൾ നേരെ മടങ്ങി. അങ്ങനെ ഇരുട്ടി എത്തിയപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി. ബിരിയാണി ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ അവിടെ കയറിയത്. പക്ഷേ ബിരിയാണി ഉണ്ടായിട്ടില്ല, സദ്യ ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ സദ്യ കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഭാഗ്യം ബിരിയാണി കഴിക്കാത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യക്ക്. പലതരം കറികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മോര്, പിന്നെ പായസം, അതുപോലെ തന്നെ രസം, പിന്നെ 2 കിളിമീനും ചെമ്മീനും ഒക്കെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡും കഴിച്ച് നമ്മൾ നേരെ ശ്രീകണ്ഠാരത്തേക്ക് പോകുന്നു. അങ്ങനെ ശ്രീകണ്ഠാരം മാമൻ്റെ വീട്ടിലെത്തി. എൻ്റെ മാമൻ്റെ വീട്ടിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മമ്മയും നിൽക്കുന്ന തറവാട് വീട്, എന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ വീട്. ഇതെൻ്റെ ഇളയ മാമനാണ്. എനിക്ക് വേറെ 2 മാമന്മാരും കൂടിയുണ്ട്, പിന്നെ ഒരു വല്യമ്മയും കൂടിയുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് അച്ഛനും അമ്മമ്മനും കാണാൻ പോയി. ഞാൻ പോകുമ്പം തന്നെ അച്ഛൻ പുറത്തിരിക്കുന്നുണ്ടായിനി. അങ്ങനെ അമ്മമ്മ നമ്മളെ ഉള്ളിലേക്ക് വിളിച്ചു. അവിടെ നമുക്ക് ചായയൊക്കെ ആക്കി തന്നു. മിച്ചർ, ബിസ്ക്കറ്റ്, പഴം അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ചായയും കുടിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പുറത്ത് കഴിഞ്ഞിട്ട് കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ ഇരുന്ന് നേരെ താഴേക്ക് പോയി. അങ്ങനെ മാമൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴേക്ക് മാമൻ പീടികയിൽ പോയിട്ട് കുറച്ച് പലഹാരമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ അവരോട് ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. എൻ്റെ വീട്ടിലൊരു 7 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. ഏട്ടൻ നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഏട്ടൻ പറഞ്ഞു എനിക്ക് നാളെ രാവിലെ പണിയില്ലേ, ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ പോയി. പിന്നീട് അച്ഛൻ പറഞ്ഞു ഇനി ഫുഡൊന്നും വെക്കണ്ട, പുറത്തുനിന്ന് മേടിക്കുക. അങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയും ചില്ലി ചിക്കനൊക്കെ അച്ഛൻ വാങ്ങിയിട്ട് വന്നു. അങ്ങനെ രാത്രി നമ്മൾ ഫുഡും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.